ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേന ഫ്രൈ ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചേന അതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതുപോലെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു ബൗളിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2-3 വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല, കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഏകദേശം ഒരു 1/4 to 1/2 ടീസ്പൂൺ ഉപ്പ് ഒരുപാട് കൂടരുത് കേട്ടോ, ചേനയ്ക്ക് പെട്ടെന്ന് തന്നെ ഉപ്പ് ഫീൽ ചെയ്യും. എന്നിട്ടെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിനാഗിരി നിങ്ങളെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ആ ഒരു മസാലയൊക്കെ ഒരു വിനാഗിരിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മസാലയുടെ ഒരു പരുവത്തിലെത്താനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചേന ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും ഒരു 2-3 പാർട്ടായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. മിക്സ് ചെയ്ത് ഏകദേശം നന്നായിട്ട് മിക്സ് ആകുന്ന സമയത്ത് ബാക്കി കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ ഒരു സുർക്കയുടെ പുളിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും അതുപോലെ അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒരു അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ചേനയുടെ എല്ലാ ഭാഗത്തേക്കും ഒരു കോട്ടിങ് പോലെ കിട്ടുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 3 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുമ്പ് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചേന ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പകുതി മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ശരിക്കും അങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മളൊരു പകുതി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ നല്ലൊരു സൗണ്ട് വരും നമ്മളിങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ ഫ്ലെയിം നമ്മൾ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് വരും. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവസാനമാകുമ്പോൾ നമ്മളൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതുപോലെ പൊട്ടിപ്പോകുന്ന രീതിയിൽ നമുക്ക് ക്രിസ്പിനെസ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.